തള്ളി ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമുക്ക് വരുന്ന ബ്രേക്കിംഗ് ന്യൂസ് എന്താണെന്ന് വെച്ചാൽ കോഴിക്കോട് സെൻട്രൽ ജയിലിൽ നിന്നാണ്. കോഴിക്കോട് സെൻട്രൽ ജയിലിൽ നിന്ന് വളരെ അപകടകാരികളായിട്ടുള്ള 2 ക്രിമിനൽസ് രക്ഷപ്പെട്ടു പോയിട്ടുണ്ടെന്നാണ് ഏറ്റവും ആദ്യം വരുന്ന റിപ്പോർട്ട്. പോലീസ് തരുന്ന പ്രാഥമിക വിശദീകരണം എന്താണെന്ന് വെച്ചാൽ ജുവൽ സൂപ്രണ്ടിനെയും മറ്റുള്ള പോലീസുകാരെയും തലക്കടിച്ച് വീഴ്ത്തിയിട്ടാണ് ഇവർ രക്ഷപ്പെട്ടതെന്ന് ആണ് പറയുന്നത്. ഇടിവെട്ട് വാസുവും വെട്ടുകുത്ത് സുഗതനുമാണ് രക്ഷപ്പെട്ടതെന്നാണ് പോലീസിന്റെ പ്രാഥമിക റിപ്പോർട്ട്. അപ്പോൾ നമ്മൾക്ക് തള്ളി ന്യൂസിന് അവരുടെ വലിയ അന്തോലോക ഡോണുകളുടെ കൂടെ നിൽക്കുന്ന വലിയ ഡോണുകളുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോസ് തള്ളി ന്യൂസിന് ലഭിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ കാണാവുന്നതാണ്. അവരിപ്പോൾ എവിടെയാണെന്ന് പോലീസിന് ഒരു തുമ്പും കിട്ടിയുന്നില്ല എന്നാണ് ഞങ്ങളോട് നേരത്തെ DGP വിളിച്ചപ്പോൾ പറഞ്ഞത്. ഇപ്പോൾ SP നമ്മളുടെ ഒപ്പം ലൈനിലുണ്ട്. ഹലോ SP സാർ, കേൾക്കാമോ? ഇടിവെട്ട് വാസുവിന്റെയും വെട്ട് സുഗതനെയും പറ്റി ഇപ്പോൾ എവിടെയാണെന്ന് വല്ല തുമ്പും ലഭിച്ചിട്ടുണ്ടോ? പോലീസ് എത്ര നേരം കൊണ്ട് അവരെ പിടികൂടാനാവും? മാത്രമല്ല ജയിൽ ചാടൽ സർക്കാരിന്റെയും പോലീസിന്റെയും കയ്യിൽ നിന്ന് പറ്റിയ വീഴ്ചയാണെന്ന് വരെ പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. ഇതിനോടുള്ള താങ്കളുടെ പ്രതികരണം എന്താണ്? ഹലോ സാർ, കേൾക്കാമോ? സുമേഷ്, കേൾക്കാം. അപ്പൊ ഞങ്ങളുടെ ജയിൽ സൂപ്രണ്ടിനെയും അവിടുത്തെ ഗാർഡുകളെയും ഇന്നലെ രാത്രിയാണ് അടിച്ച് അവർ തമർപ്പാക്കി അവർ ജയിൽ ചാടിയതാണ്. അവർ കുറെ കഷ്ടപ്പെട്ടു അവരെ പിടിക്കാൻ, എന്നാലും പിടിക്കാൻ കഴിഞ്ഞില്ല. അവർ വളരെ തന്ത്രപരമായാണ് അവർ ജയിൽ ചാടിയത്. ഞങ്ങളവിടെ അവരെ എല്ലാ സ്ഥലങ്ങളിലും അന്വേഷിക്കുന്നുണ്ട്. അവിടെ എവിടെയൊക്കെ കണ്ടെന്നാണ് കോളുകൾ വരുന്നെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. ഇതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അത് ഞങ്ങളെ പോലീസ് സ്റ്റേഷനിലേക്ക് ഇവരെ കുറിച്ച് കോളുകൾ വന്ന വിവരം നാട്ടുകാർ തന്നിട്ടുണ്ട്. ഞങ്ങൾ അവിടെ എല്ലാം അന്വേഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അവരെ കുറിച്ച് ഇപ്പോൾ തുമ്പും കിട്ടുന്നില്ല. ഇവിടെ അടുത്തുള്ള ഒരു വീട്ടിൽ അവർ മോഷണം നടന്നിട്ടുണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. അവരാണോ എന്നത്ര ഉറപ്പില്ല. മിക്കവാറും അവർ തന്നെ ആയിരിക്കും. സാർ, പ്രതിപക്ഷം ഉന്നയിക്കുന്നത് സർക്കാരിന്റെയും പോലീസിന്റെയും ഭാഗത്തു നിന്ന് പറ്റിയ ഒരു വീഴ്ചയാണെന്നാണ്. കഴിഞ്ഞ ആഴ്ചയാണ് അവരെ അറസ്റ്റ് ചെയ്തത്. ഇത് ഒരാഴ്ച പോലും തികയാതെയാണ് അവർ വീണ്ടും ജയിൽ ചാടുന്നത്. ഇതിനെപ്പറ്റി സാറിന് എന്താണ് പറയാനുള്ളത്? ഒരിക്കലുമല്ല സുമേഷ്, നിങ്ങൾ പറയുന്നത് വളരെ തെറ്റാണ്. സുമേഷ്, അവർ ബോധം കെട്ടതുപോലെ അഭിനയിച്ച് ജയിൽ സൂപ്രണ്ടിനെ അടുത്ത് വിളിച്ച് അയാളെ ഇക്കിളിയാക്കി ആണ് അവർ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഇടയ്ക്ക് ആ ജയിലിൽ നിന്നുള്ള ഭക്ഷണവും കോഴിമുട്ടയും എല്ലാം അവർ തട്ടിക്കൊണ്ടുപോയി. അവരെവിടെയാണ് ഞങ്ങൾ ഇപ്പോഴും തെരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. രാത്രി രാവിലെ ഒക്കെ പോലീസുകാർ എല്ലാ വഴികളിലൂടെയും വണ്ടിയെടുത്ത് പോകുന്നുണ്ട്. വളരെ നന്ദി സാർ, താങ്കളുടെ വിലപ്പെട്ട സമയം ഞങ്ങളുമായി ചെലവഴിച്ചതിൽ വളരെ നന്ദിയുണ്ട് ഈ വാല്യബിൾ ആയിട്ടുള്ള ഇൻഫർമേഷന് വേണ്ടി. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കൂടെ റോഡ് SP ശ്രീ സതീശൻ സാറാണ് നമ്മളോടൊപ്പം ചേർന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്ന ഒരു ചെറിയ മാറ്റമുണ്ട്. ഞങ്ങൾക്ക് പറ്റിയ മിസ്റ്റേക്കാണ്. പോലീസുകാരെ തലക്കടിച്ച് വീഴ്ത്തിയിട്ടല്ല, പകരം ഇക്കിളിയാക്കിയിട്ടാണ് പോയതെന്നാണ് റിപ്പോർട്ട് ലഭിക്കുന്നത്. മാത്രമല്ല പോലീസ് ക്യാൻറ്റീനിൽ നിന്ന് മുട്ടയും പഴമൊക്കെ മോഷണം പോയിട്ടുണ്ടെന്നും റിപ്പോർട്ട് നമ്മൾ ലഭിക്കുന്നു. അപ്പോൾ ഇതിനെ പറ്റി വിശദ വിവരങ്ങൾക്കായി നമുക്ക് നമ്മുടെ ലൈവ് റിപ്പോർട്ടർ മീനാക്ഷിയിലേക്ക് പോകാം. ഹലോ മീനാക്ഷി, ഇപ്പോൾ ആ കള്ളന്മാർ എവിടെയാണെന്നുള്ളതിനെ പറ്റി വല്ല വിവരം ലഭിക്കുന്നുണ്ടോ? അവിടെ മോഷണം പോയ വീടുകളുടെ നാട്ടുകാരുടെ പ്രതികരണം എന്താണ് മീനാക്ഷി? സുമേഷ്, ഞാനിപ്പോൾ കണ്ടംകുളത്തെ കള്ളന്മാർ വന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. ഇവിടെ ഈ പ്രദേശത്ത് ഏതൊക്കെയോ സ്ഥലത്ത് വീടുകളിൽ കവർച്ച നടന്നിട്ടുണ്ടെന്ന് ഒരു വിവരം കിട്ടി. അപ്പോൾ നമുക്ക് ഈ പരിസരത്ത് ഒരു അയൽവാസിയായ രമേശിനോട് ചോദിക്കാം കാര്യങ്ങൾ. രമേശ്, എന്തൊക്കെയാണ് ഇവിടെ വീട്ടിൽ കവർച്ച പോയത്? ആദ്യം എൻ്റെ വീട്ടിലാണ്. ഇതാണ് എൻ്റെ വീട്. എൻ്റെ വീട്ടിലാണ് ഈ അടുത്ത് വാങ്ങിയ സൈക്കിളാണ് ആ 2 പൊട്ടന്മാർ കൊണ്ടുപോയത്. അതുപോലെ അപ്പുറത്തുള്ള ഗണേശന്റെ വീട്ടിൽ നിന്ന് എന്തൊക്കെയോ പാത്രങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ അതാ ഈ സ്വർണ്ണ പോലെ ഒരു ദിവസം ഇടാതെ സൂക്ഷിച്ച മുത്തുമണിന്റെ ഷെഡ്യും കൊണ്ടുപോയി. വേറെ ഒന്നുമില്ല, അത്രേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ പോലീസിനൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. എല്ലാ ദിവസവും ഇവിടെ അന്വേഷിക്കലുണ്ട്. ഇവിടെ ഏതൊരു വീട്ടിൽ ഏതൊരു പെട്ടി കൊണ്ടുപോയിട്ടുണ്ടെന്നൊരു വിവരം കിട്ടി. അതിന്റെ കുറിച്ച് എന്താണ് അറിയുന്നത്? അത് ഞങ്ങളെ പ്രഭാകരന്റെ വീട്ടിലാണ്. അവിടെ അയാൾ രാവിലെ അയാൾ രാത്രി അവർ വരുമ്പോ എണീച്ചിട്ടുണ്ടായിനി. അയാൾ ഗേറ്റ് ചാടുന്നൊക്കെ കണ്ട് എങ്ങനെയാണ് ഒരു പെട്ടി കൊണ്ടുപോയത് ഞങ്ങൾക്കറിയില്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ പോലീസുകാർ തെരച്ചിൽ നടത്തുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇനി കൂടുതൽ വിവരം കിട്ടുന്നത് വരെ നമുക്ക് നോക്കാം. ക്യാമറാമാൻ കാർത്തികിനോടൊപ്പം മീനാക്ഷി. താങ്ക് യു മീനാക്ഷി. അപ്പോൾ നമുക്ക് ഈ കള്ളന്മാരെ പറ്റിയുള്ള ഒരു വിശദമായ വിവരം ലഭിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ പകൽ വാർത്തകൾ പൂർണ്ണമാകുന്നു. അടുത്തായി ബഡായി വാർത്തകളുമായി വീഡിയോയിലേക്ക് പോകും. അതിനു ഒരു ഷോർട്ട് ബ്രേക്ക്. നന്ദി, നമസ്കാരം.
കയ്യിലേക്ക് തരാം. അവിടെ ആരില്ല. ഓക്കെ, അത് തുറന്നാൽ അതിന്റെ സാമഗ്രികളൊക്കെ കിട്ടും. അതൊക്കെ ഞാൻ സംഘടിപ്പിച്ചേ. ഓക്കെ, ഭാഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഓക്കെ, സ്വാമിയേ എല്ലാത്തിനും ശരണം. എടാ നല്ല മണം വരണ്ടേ, നല്ല മണം വരണ്ടേ. എന്താ തിന്നാൻ പിന്നെ കിട്ടിയാൽ എനിക്ക്
മുത്തുമണി ചെട്ടിയുടെ സത്യം പറഞ്ഞോ കുട്ടാ അപ്പൊ തരാൻ പറ്റുന്ന അവസ്ഥയിലല്ല. പലിശ കൊണ്ട് തന്നോണ്ടി പോലീസിന് ഇപ്പൊ വരുന്നില്ല. നമുക്ക് ഒരു സ്റ്റേഷനിലേക്ക് ഉണ്ടാവും. പിടിച്ചു വലിച്ച് കൊണ്ടുപോയിക്കൂടെ വരെ. മെസ്സേജിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ചളി സുമേഷ്. ഇന്നലെ പാലാക്കരയ്ക്കടുത്ത് വെച്ച് ഒരു ബസ് മറിഞ്ഞു വീണു. ഡ്രൈവറുടെ അശ്രദ്ധയാണ് ബസ് മറിഞ്ഞു വീഴാൻ കാരണമെന്ന് പറയുന്നു. 3 പേർക്ക് സാരമായ പരിക്ക്, മറ്റുള്ളവർ ഗുരുതരാവസ്ഥ തരണം ചെയ്തുവെന്ന് ഡോക്ടർമാർ പറയുന്നു. മറ്റൊരു വാർത്തയിലേക്ക്. ഇന്നലെ കഴിഞ്ഞ ദിവസം ജയിൽ ചാടിപ്പോയ വെട്ടുകുത്ത് സുഗണനും ഇടിയോട്ട് വാസുവും വീണ്ടും പോലീസ് പിടിയിൽ. നാട്ടുകാരാണ് വെട്ടുകുത്ത് സുഗണനെയും ഇടിയോട്ട് വാസുവിനെയും പോലീസ് പിടിയിലാക്കിയത്. ഇപ്പോൾ നമുക്ക് ലൈവ് റിപ്പോർട്ടർ മീനാക്ഷിയിലേക്ക് പോകാം. ഹലോ മീനാക്ഷി, കേൾക്കാമോ? ഇപ്പോൾ ഈ കള്ളന്മാരുടെ വിവരങ്ങൾ എന്താണ്? അവർ ജയിലിലെത്തിയോ? അവർക്ക് കോടതി മിനിമം ഒരു എത്ര വർഷത്തെ ജയിൽ ശിക്ഷ വിധിക്കുമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഹലോ മീനാക്ഷി, പറയൂ. എന്ത്? കള്ളന്മാരായ വെട്ടുകുത്തുവാസും ഇരുവട്ട് സുഗണനും വീണ്ടും പോലീസിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു.